മകന്റെ മരണത്തിന് പിന്നാലെ അവരവിടെ സെൻഡ് ഓഫ് നടത്തി ആഘോഷം നടത്തുകയാണെന്ന് ഈ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് വ്യൂവേഴ്സ് കയറിയത്, സബ്സ്ക്രൈബേഴ്സ്. അവിടെ നടക്കുന്ന കാര്യം ലൈവായിട്ട് ജനങ്ങളെ കാണിക്കാൻ, അല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ല. മനാഫ് ഖാനെ പോലീസ് അവിടെ മർദ്ദിച്ചു. സ്റ്റോറി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് അർജുന മതി. അപ്പോൾ ജിതിൻ അവിടെ നിന്ന് ചിരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു അട്ടഹാസമല്ല. ഈ മനാഫ് ഖാ ചിരിച്ചു, ഈശ്വർ മാൽപ്പ ചിരിച്ചു, അത് മാത്രമാണ് ഇവരുടെ കണ്ണീര് കണ്ടത്. ഇപ്പോൾ അർജുന്റെ കുടുംബം പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഷിരൂരിൽ നിന്നുള്ള വീഡിയോസ് യൂട്യൂബ് ചാനലിലൂടെ ലൈവ് വിട്ട് അതിനകത്ത് വ്യൂസ് കയറുമ്പോൾ അവർ ഇത്രയും വ്യൂസ് കയറി എന്ന് പറഞ്ഞ് മാൽപ്പയുമായി പറഞ്ഞ് സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീഡിയാസ്, ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, റിപ്പോർട്ടർ ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ, ഓരോ ചാനലിൽ വരുന്ന ഈ കാര്യങ്ങൾ ബ്രേക്ക് ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗാവാലി പുഴയോർത്ത് കയർ കണ്ടെത്തി, വടം കണ്ടെത്തി, വണ്ടിയിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞ് 60-70 ദിവസം തള്ളി നീക്കി, എന്നിട്ടും കണ്ടില്ല. ഈശ്വർ മാൽപ്പ അണ്ണൻ അവിടെ കണ്ടെത്തിയ കയർ തുമ്പിലാണ് ഈ വണ്ടിയുടെ പാർട്സുകൾ ഇന്നും കണ്ടെത്തി. അവിടെ ആ സ്പോട്ടിലാണ്, സ്പോട്ട് ബിയിലാണ് വണ്ടി ഉണ്ടായിരുന്നത്. ചായക്കടയുടെ, ലക്ഷ്മണൻ ചാറിൻ്റെ ചായക്കടയുടെ ബാക്ക് വശത്താണ് ഈ വാഹനം കണ്ടെത്തിയത്. അതിന് ശേഷം ഇവർ ഈ നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ കൂട്ടുകാരുണ്ട്, ഡ്രൈവറാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മനാഫ്കോട് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നടക്കുന്ന കാര്യം ലൈവായിട്ട് ജനങ്ങളെ കാണിക്കാൻ, അല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ല മനാഫ്ക്ക് അവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ ജനങ്ങളെ അറിയിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ. ഈ ന്യൂസുകാർ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ വാസ്തവവിരുദ്ധമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് അടുക്കുന്നു, ഡ്രൈവർമാർ പുഴയിലേക്ക് ആഴം ഇടുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ. അത് തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ കിട്ടും നമുക്കൊരു ആകാംക്ഷ. പക്ഷേ ഇത് മനാഫ്ക്കയുടെ ചാനലിൽ മണിക്കൂറുകൾ കൊണ്ട് ഇടുന്നത് അവിടെ ഈ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് വ്യൂവേഴ്സ് കയറിയത്, സബ്സ്ക്രൈബേഴ്സ്. അതിനെ ഒരാൾക്കും തെറ്റിദ്ധാരണ പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവകാശമാണ്. എനിക്കൊരു ഫേസ്ബുക്ക് ചാനലുണ്ടെങ്കിൽ ഞാനുണ്ടാക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ മനാഫ്ക്ക എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷിരൂർ ദൗത്യം നടക്കുമ്പോൾ ഓരോ വണ്ടിയുടെ പാർട്സ്, ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മുടെ അവിടുത്തെ DYSP SP സാറ് മനാഫ് ഈ വണ്ടിയുടെ പാർട്സ് ആണോ എന്നൊക്കെ ചോദിക്കാൻ വിളിക്കുന്നത് മനാഫിനെ, അല്ലാണ്ട് ഈ അർജുൻ്റെ അളിയൻ ജിതിനെ അല്ല വിളിക്കുക. ജിതിൻ ഈ വാഹനമായിട്ട് ഒരു ബന്ധമില്ല, ഫോട്ടോ കണ്ടിട്ടുള്ളൂ. ഈ വണ്ടിയുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തിരിച്ചറിയാൻ സാധ്യമാകുന്നത് മുബീറക്കും മനാഫിക്ക. അപ്പം എന്തെങ്കിലും ഒരു വണ്ടിയുടെ ട്രക്കിൻ്റെ എങ്ങനെയും പാർട്സ് കിട്ടി കഴിഞ്ഞാൽ മനാഫ് ഇത് ഈ വണ്ടിയിലാണോ ചോദിക്കാൻ അവരെ കൊണ്ടാ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലല്ല. ഈ വിവാദം ഉണ്ടായപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. ആകെ 6000 സബ്സ്ക്രൈബേഴ്സ്, അതായത് മനാഫ്ക്ക് തന്നെ അറിയുന്ന ഒരു 6000 പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനലായിരുന്നു. ഈ കുടുംബം ഈ പറഞ്ഞുണ്ടാക്കിയ വിവാദം കൊണ്ടാണ് അദ്ദേഹത്തിന് വ്യൂവേഴ്സ് കയറാൻ കാരണം. ഇപ്പോൾ ഒരു ലൈവ് ഒക്കെ ഷിരൂരിൽ നിന്നിടുമ്പോൾ അതിന് ഇപ്പൊ 300 വ്യൂസ് ഉണ്ട്, 400 വ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ മാൽപ്പയുമായിട്ട് അങ്ങനെ പറഞ്ഞ് അവര് ചിരിക്കുന്നതൊക്കെ കണ്ടിരുന്നു എന്ന് ജിതിൻ പറയുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ജിതിൻ ആയിക്കോട്ടെ, അവിടെ വരുന്ന ഓരോ മലയാളി റിപ്പോർട്ടർമാരായിക്കോട്ടെ, അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അട്ടഹസിക്കാറുണ്ട്. അതൊന്നും ഈ കുടുംബം കണ്ടില്ലേ. കുടുംബത്തിന് വെച്ചാൽ അച്ഛനമ്മേനെ അല്ല മീൻസ് പറയുന്നത്, ജിതിനോട് ചോദിക്കുന്നത്. അവിടെ ജിതിനും കാര്യങ്ങൾ ചിരിക്കാറുണ്ട്. ഷിരൂരിൻ്റെ മണ്ണിൽ നിന്നിട്ട് ഇത്ര ദിവസം ജിതിൻ നിന്നു. അപ്പോൾ ജിതിൻ അവിടെ നിന്ന് ചിരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു അട്ടഹാസമല്ല. ഈ മനാഫ്ക്ക ചിരിച്ചു, ഈശ്വർ മാൽപ്പ ചിരിച്ചു, അത് മാത്രമാണ് ഇവരുടെ കണ്ണീര് കണ്ടത്. അത് ഒരു ജനതയുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിരന്തരം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു, ബൈറ്റ് കൊടുക്കുന്നു, ഇതൊക്കെ ആ കുടുംബത്തെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്നാണ് പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അങ്ങനെ കാണുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളെ ഡെയിലി കാണേണ്ട അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ അളിയൻ ജിതിനാണ്. ഈ ജിതിനാണ് ഈ ആരോപണങ്ങൾ മീഡിയാസിന് മുന്നിൽ ഉന്നയിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചയായ മനുഷ്യൻ, സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ സ്വന്തം സഹോദരന്, കൂടപ്പിറപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം കഴിച്ചിട്ടുണ്ട് ഈ കർണാടകയിൽ. ഈ കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ചെന്നിട്ട് കർണാടകത്തിൽ പോയിട്ട് ജിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇതിന് ഇൻഫർട്ടായിട്ട് നിന്നിട്ടുള്ളത് മനാഫ്ക്കയാണ് അവിടെ ഓരോ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മനാഫ്ക്കാനെ പോലീസ് അവിടെ മർദ്ദിച്ചു, കർണാടക പോലീസ് നിരത്തിലിട്ട് മർദ്ദിച്ചു.
ദേഹോപദ്രവം ചെയ്തു. എന്നിട്ടും പടപൊരുത്തി നിന്നു. ഈ പോലീസുകാർക്ക് വരെ മനാഫ്കോട് പറഞ്ഞു നിനക്ക് നാണല്ലേന്ന് ചോദിച്ചു തല്ല് കിട്ടി. അപ്പോൾ പറഞ്ഞേ ഒരു തല്ല് കിട്ടിയോട്ടെ, ആ തല്ല് കിട്ടി ഇവിടെ പടപൊരുത്തി നിൽക്കുന്നത് എൻ്റെ അർജുനെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയാന്ന് പറഞ്ഞു. മനാഫ്കോ പറഞ്ഞല്ലോ, ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, ലോറി എടുത്തോ, പുഴയിൽ നിന്ന് എടുത്തോ, എൻ്റെ അർജുനെ എടുത്തിട്ട് ലോറിയും ലോറിയിലെ തടി കഷ്ണങ്ങളും ആ പുഴയിൽ തന്നെ ഇട്ടോ, ലോറി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് അർജുനെ മതി. അർജുൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതുപോലെ ആ അർജുനെ വീട്ടിലെത്തിക്കുക. അർജുൻ്റെ അമ്മയും പറഞ്ഞു ഇനി ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു മോനെ, എന്നോട് പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു, ഇനി ഏത് രീതിയിൽ കിട്ടിയാലും എൻ്റെ മോനെ കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇരിക്കുമ്പോഴാണ് അർജുൻ ചാൻ്റെ ചെറിയ മുൻപാണ് അർജുൻ ചാൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആരോപണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവില്ല. അർജുന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നതിന് തലേ ദിവസം അർജുന്റെ അമ്മയുടെ അടുത്ത് മനാഫ്ക ചെന്ന് 2.5 മാസത്തെ തിരച്ചിൽ ദൗത്യം കഴിഞ്ഞു, ഇപ്പോൾ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് രേവന്തിനെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ അതിലുള്ളൊരു വാസ്തവം എന്താ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെൻഡ് ഓഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സെൻഡ് ഓഫ് എന്ന് പറയും, മലയാളത്തിൽ അതിനെ യാത്രയയപ്പ് എന്ന് പറയും. യാത്രയാക്കുക. ഞാനവിടെ 10-65 ദിവസം ശിരൂരിൻ്റെ മണ്ണിൽ മഴയത്തും വെയിലത്തൊക്കെ അവിടെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട നാൾ മുതൽ ഈ ദൗത്യം കഴിഞ്ഞ് എന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് അർജുൻ ചാൻ്റെ ആ മടക്കയാത്രയോടൊപ്പം ഞാനും വന്ന് നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തി മനാഫ്ക എന്നെ ലാസ്റ്റ് തൃശ്ശൂരിലേക്ക് വണ്ടി കയറ്റി വിടുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുതലുള്ള ഭക്ഷണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ്റെ റൈസൊക്കെ അപ്പോൾ എനിക്ക് വാങ്ങി തന്നു. വാങ്ങി തന്നിട്ട് ഈ കാര്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും അർജുൻ ചാൻ്റെ അമ്മേനെ വിളിച്ചു പറയും. അപ്പോൾ മനാഫ്ക പറഞ്ഞു, അർജുൻ ചാൻ്റെ അമ്മോട് പറഞ്ഞു രേവത് 2 മാസത്തിന് ശേഷം വീട്ടിൽ പോവാണ്, അവന് നല്ലൊരു സെൻഡ് ഓഫ് കൊടുത്തിട്ടേ വിടണമെന്ന് പറഞ്ഞു. അമ്മ വിചാരിച്ചു രേവതിനും അവിടെ എല്ലാവരും കൂടി എൻ്റെ മകൻ്റെ മരണത്തിന് പിന്നാലെ അവരവിടെ സെൻഡ് ഓഫ് നടത്തി ആഘോഷം നടത്തുകയാണെന്ന്. അപ്പോൾ ഈ കാര്യം അമ്മ ജിതിനോട് പറഞ്ഞു. ജിതിൻ അത് മീഡിയാസിന് മുന്നിൽ പറഞ്ഞുണ്ടാക്കി. അങ്ങനെയാണ് ഇതൊരു വിവാദം ഉണ്ടാവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് ഓഫ് എന്ന് പറയുന്നത് യാത്രയാക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അപ്പുറത്തേക്ക് ഒരു ആഘോഷം പോലെയുള്ള ആഘോഷമല്ല. അത് ഇന്ന് ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. കാരണം ഒരു ഹോട്ടലിൽ എനിക്ക് വാങ്ങി തന്ന ഫോട്ടോ മനാഫ്കയുടെ കൂട്ടുകാരനെ കൊണ്ട് ഇടിപ്പിച്ചതാണ്. ഇത്രയും ദിവസം നിന്നിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴുള്ളൊരു ഫോട്ടോ എടുത്തതാണ്. അതാണ് വിവാദമായത്.